BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷേന്ദ്രനാഥിനെ നിയമിച്ചതിലും കേന്ദ്രത്തിന്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിലും മുസ്ലിം ലീഗിനെതിരെ കടുത്ത രാഷ്ട്രീയ ആരോപണങ്ങളുമായി KT ജലീൽ രംഗത്ത്. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പേടിച്ചാണ് മുസ്ലിം ലീഗ് BJPയുമായി ഇത്തരമൊരു പ്രത്യക്ഷ ഡീൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് ജലീൽ തുറന്നടിക്കുന്നത്. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കിയില്ലെങ്കിൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് കേന്ദ്രം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ലീഗിനെ കൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ ഒപ്പുവെപ്പിക്കുമെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ പരസ്യമായി വെല്ലുവിളിച്ചതും കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടാൻ തങ്ങളില്ലെന്ന് ലീഗ് നേതാവ് KM ഷാജി വ്യക്തമാക്കിയതെന്നും ജലീൽ വിമർശിച്ചു. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടേഴ്സ് ലിസ്റ്റ് അംഗീകരിക്കൽ, മെമ്പർമാർക്ക് അയോഗ്യത കൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള പരാതികൾക്ക് പരിഹാരം കാണലുമെല്ലാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. BJPയുടെ രാഷ്ട്രീയ താൽപര്യത്തിന് കുടപിടിക്കുന്ന ഒരാളെ തദ്ദേശ വകുപ്പ് ശുപാർശ ചെയ്ത മന്ത്രിസഭ അംഗീകരിച്ച നിഗമനത്തിനായി ഗവർണർക്ക് അയച്ചതിനു പിന്നിൽ ലീഗ്, BJP, കോൺഗ്രസ് അന്തർധാര ആണെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും KT ജലീൽ ആരോപിക്കുന്നുണ്ട്. കൂടാതെ മുസ്ലിം ലീഗിന്റെ പല മുൻനിര നേതാക്കൾക്കും ഇതിനകം തന്നെ ED നോട്ടീസുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് ജലീൽ എടുത്തു പറഞ്ഞത്. രണ്ടു തരത്തിലുള്ള പച്ചക്കുപ്പായം മാറി മാറി അണിഞ്ഞ് നല്ല പിള്ള ചമയുന്ന രീതി ലീഗ് ഇനി അവസാനിപ്പിക്കണം. ഭരണം കിട്ടുന്നതുവരെ മാത്രം സമുദായ അവകാശങ്ങളെക്കുറിച്ചും നീതിയെക്കുറിച്ചും പറയുകയും ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അൽഷിമേഴ്സ് ബാധിച്ച പോലെ എല്ലാം മറക്കുകയും ചെയ്യുന്നതാണ് ലീഗിന്റെ പാരമ്പര്യം. PM ശ്രീ പദ്ധതി ഭരണപക്ഷമായ LDF നിഷിദ്ധമാണെങ്കിൽ അത് പ്രതിപക്ഷമായ UDFനും നിഷിദ്ധം തന്നെയാണ്. അതിനെ സ്വന്തം താല്പര്യപ്രകാരം ഹലാലാക്കാൻ ലീഗിന്റെ ഒരു ഇച്ഛാച്ച വിചാരിച്ചാലും നടക്കാൻ പോകുന്നില്ലെന്നും KT ജലീൽ പരിഹസിച്ചു. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.